കേരളത്തിലെ പരമ്പരാഗത ആർട്ടിസാൻസ് മേഖലയുടെ താങ്ങും തണലും കരുത്തുമാണ് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള ആർട്ടിസാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. കാഡ്കോ എന്ന ചുരുക്കപ്പേരിലറിയപ്പെടുന്ന ഈ പൊതുമേഖലാ സ്ഥാപനം 1981 സ്ഥാപിതമായത്. അഭിമാനകരമായ നേട്ടങ്ങളുടെ കാലഘട്ടത്തിലൂടെയാണ് കാഡ്കോ മുന്നേറുന്നത്. ആർട്ടിസൻസ് മേഖലയുടെ സമഗ്ര പുരോഗതിക്കായി കാഡ്കോ സംസ്ഥാനത്തുടനീളം ആവിഷ്കരിച്ച് നടപ്പാക്കിയ ക്ഷേമ പദ്ധതികൾ നിരവധിയാണ്. അവയിലൂടെ ആയിരക്കണക്കിന് ആർട്ടിസന്മാരുടെ ജീവിത നിലവാരം ഉയർന്നു. സാമൂഹികമായും സാമ്പത്തികമായും അവർ പുരോഗതി കൈവരിച്ചു. നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ഉൽപ്പന്നങ്ങൾക്ക് വിപണികൾ ലഭ്യമായി. ഒപ്പം കാഡ്കോയും ഉന്നതിയിലേക്ക് ഉയർന്നു. സുവർണ കാലഘട്ടത്തിലൂടെയാണ് കാഡ്കോ കടന്നു പോകുന്നത്. വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആർട്ടിസൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നിർമ്മാണതര വിഭാഗത്തിൽ ഏറ്റവും നല്ല പുതുമേഖല സ്ഥാപനത്തിനുള്ള അവാർഡ് ഇതിനകം നേടിയിട്ടുണ്ട്. കഴിഞ്ഞ 12 വർഷമായി തൻവർഷ ലാഭത്തിലും കഴിഞ്ഞ 4 വർഷമായി അക്യുമുലേറ്റഡ് പ്രോഫിറ്റിലും കാഡ്കോ പ്രവർത്തിച്ചു വരികയാണ്. ആധുനികയുടെ ഭാഗമായി തൊഴിൽ നഷ്ടം വന്നുകൊണ്ടിരിക്കുന്ന ആർട്ടിസാൻസിന്മാർക്ക് പലതരത്തിലുള്ള തൊഴിൽ മേഖല സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കാഡ്കോ. അവരുടെ തനതായിട്ടുള്ള തൊഴിൽ സംസ്കാരം നിലനിർത്തിക്കൊണ്ട് ആധുനികയുടെ സഹായം കൂടെ നൽകി അവരുടെ പുതിയ തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുന്നു. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ വിപണികൾ കണ്ടെത്തുന്നു. അവർക്കാവശ്യമായ മാർക്കറ്റിംഗ് സഹായങ്ങൾ, ഡിജിറ്റൽ സഹായങ്ങൾ എല്ലാം കാഡ്കോ നൽകുന്നുണ്ട്. അതോടൊപ്പം അവർക്ക് വായ്പാ സഹായവും കാഡ്കോ കുറഞ്ഞ പലിശയ്ക്ക് നൽകി വരികയാണ്. നിലവിൽ ഒട്ടനവധി പദ്ധതികൾ കേരള ആർട്ടിസൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അവരുടെ അംഗങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കി വരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന കാഡ്കോ സംസ്ഥാനത്തുടനീളം നടപ്പാക്കിയ നിർമ്മാണ പദ്ധതികൾ നിരവധിയാണ്. എറണാകുളം ടൗൺ ഹാൾ നവീകരിച്ചു. ഒട്ടേറെ സ്കൂളുകളിലെ ലാബുകളും ക്ലാസ് മുറികളും നവീകരിച്ചു. നിരവധി സ്കൂളുകളിൽ പുതിയ ലാബുകൾ സജ്ജീകരിച്ചു. ജനകീയ ഹോട്ടൽ സജ്ജമാക്കി. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം വനിതാ യാത്രികർക്കായി ഷീ ലോഡ്ജും അയ്യപ്പൻകാവിൽ പട്ടികജാതി വനിതകൾക്ക് മുൻഗണനയുള്ള ഹോസ്റ്റലും സജ്ജമാക്കി. വയനാട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഷീ അരീന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 19 സ്കൂളുകളിൽ വിശ്രമമുറികൾ നിർമ്മിച്ചു. ആദിവാസി മേഖലയിലെ ആദ്യത്തെ വെർച്വൽ ക്ലാസ് റൂം തൃശൂർ ജില്ലയിലെ അതിരപ്പള്ളിയിൽ സജ്ജമാക്കി.
കഴിഞ്ഞ 10 വർഷമായി കാഡ്കോ മികച്ച ലാഭത്തിലാണ്. 2025-2026 സാമ്പത്തിക വർഷത്തിലെ മാത്രം വിറ്റുവരവ് 67 കോടി രൂപയാണ്. നാം ചുറ്റും കാണുന്ന നിർമ്മിതികളുടെ കുലപതിയായ ആർട്ടിസാൻ സമൂഹത്തിനെ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ ഒരു കോർപ്പറേഷൻ രൂപീകരിക്കപ്പെട്ടു. 1981 കേരള ആർട്ടിസാൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ രൂപീകരിക്കപ്പെട്ട നാൾ മുതൽ ഈ പരമ്പരാഗത ആർട്ടിസാൻ മേഖലയ്ക്ക് വേണ്ടി സമഗ്രമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയും ഈ പദ്ധതികൾ മുഖാന്തരം സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനത്തിൻ്റെ ഒപ്പം തന്നെ നിരവധി തൊഴിലവസരങ്ങൾ ആർട്ടിസാൻ മേഖലയ്ക്ക് നമുക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ റേറ്റ് കോൺട്രാക്റ്റും അക്രഡിറ്റേഷനും PWD സിവിൽ കോൺട്രാക്ട് ലൈസൻസും പ്രയോജനപ്പെടുത്തിയാണ് കാഡ്കോ ഈ നേട്ടം കൈവരിച്ചത്. വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിർമ്മാണേതര വിഭാഗത്തിൽ മികച്ച സ്ഥാപനത്തിനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരവും കാഡ്കോ സ്വന്തമാക്കി. വ്യവസായ വകുപ്പിന് കീഴിലുള്ള 52 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആദ്യ പട്ടികയിൽ ആദ്യത്തെ 10 എണ്ണത്തിൽ ഇടം നേടാൻ കാഡ്കോയ്ക്ക് സാധിച്ചു. ഒരു പതിറ്റാണ്ട് കൊണ്ട് കാഡ്കോ സൃഷ്ടിച്ചത് 15 ലക്ഷത്തിലധികം തൊഴിൽ ദിനങ്ങളാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അസംഘടിതരായി കഴിഞ്ഞുകൂടിയിരുന്ന ആർട്ടിസാൻമാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി കാഡ്കോ ആർട്ടിസാൻസ് ലേബർ ഡാറ്റാ ബാങ്ക് എന്ന വിവര ശേഖരണ പദ്ധതി നടപ്പിലാക്കി. കേരളത്തിലെ പരമ്പരാഗത ആർട്ടിസാൻമാരുടെ രക്ഷയ്ക്ക് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും രൂപീകരിച്ച സ്ഥാപനമാണ് ആർട്ടിസാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. കേരളത്തിൽ എത്ര പരമ്പരാഗത മരപ്പണിക്കാർ, ഇരുമ്പ് പണിക്കാർ, സ്വർണ്ണ തൊഴിലാളികൾ, ഓട്ടുപാത്ര നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്നവർ, കരകൗശല തൊഴിലാളികൾ, ഈ മേഖലകളിലെ തൊഴിലാളികളുടെ ഒരു കണക്ക് ഗവൺമെൻറ്റിൻ്റെ കൈവശമോ കോർപ്പറേഷൻ്റെ കൈവശമോ ഇല്ലാത്ത ഒരു സാഹചര്യത്തിന് പരിഹാരം കണ്ടെത്തുക എന്നതാണ് ആർട്ടിസാൻസ് ലേബർ ഡാറ്റാ ബാങ്കിലൂടെ കാഡ്കോ ഉദ്ദേശിക്കുന്നത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി നടന്ന രജിസ്ട്രേഷനിൽ 20,000-ലധികം തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. ഇപ്പോൾ തൊഴിലാളികൾക്ക് നേരിട്ട് ഒരു പൈസയും ചെലവില്ലാതെ ഫ്രീ രജിസ്ട്രേഷൻ പദ്ധതി ആർട്ടിസാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ട്. പരമ്പരാഗത സ്വർണ്ണ തൊഴിലാളികൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനായി ജെം ആൻഡ് ജ്വല്ലറി സ്കിൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, നാഷണൽ സ്കിൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നിവയുമായി ചേർന്ന് ഗോൾഡ് അപ്രൈസർ പരിശീലന പദ്ധതി നടപ്പിലാക്കി. പരമ്പരാഗത സ്വർണ്ണത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നും വരുന്ന ഗോൾഡ് അപ്രൈസർമാർക്ക് ഒരു ഗവൺമെൻറ് അംഗീകൃത സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അവരുടെ ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് ഗോൾഡ് അപ്രൈസർ ആൻഡ് സബ്സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആർട്ടിസാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആരംഭിക്കുന്നത്. ആർട്ടിസാൻസ് ലേബർ ഡാറ്റാ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത മരപ്പണിക്കാരായ ആർട്ടിസാൻമാർക്ക് ടൂൾ കിറ്റുകൾ വിതരണം ചെയ്തു. തെങ്ങിൻ തടി കൊണ്ട് ഫർണിച്ചർ നിർമ്മിക്കുന്നതിൽ പരിശീലനം നൽകി. കേരള സർവകലാശാലയുടെ മണ്ണൂത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ വിദഗ്ധരുടെ സഹായത്തോടെയായിരുന്നു പരിശീലനം. PM വിശ്വകർമ്മ പദ്ധതി പ്രകാരം എല്ലാ ജില്ലകളിലും പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. 18 ഇനം കൈത്തൊഴിലുകളിൽ ഏർപ്പെട്ടവർ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി. കാഡ്കോയുടെ വായ്പാ പദ്ധതിയിലൂടെ ആരംഭിച്ച ആറന്മുള വിശ്വസാരഥി ഹാൻഡിക്രാഫ്റ്റ് സെൻ്ററിനെ കുറിച്ച് സംരംഭകയായ ശ്രീമതി G. സിന്ധു. ഞങ്ങൾക്ക് 2014-15 വർഷങ്ങളിൽ കാഡ്കോയിൽ നിന്ന് നല്ല ഒരു ലോൺ കാഡ്കോയിൽ നിന്ന് അനുവദിച്ച് കിട്ടി. അത് വളരെ ഉപകാരമായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ബിസിനസ് കുറച്ചുകൂടെ നല്ല രീതിയിൽ വിപുലമായിട്ട് നടത്താൻ കഴിഞ്ഞു. ഈ കണ്ണാടിയുടെ പരമ്പരാഗതമായ നിർമ്മാതാക്കളുടെ സംഘടനയായ വിശ്വബ്രാഹ്മണ ആറന്മുള മെറ്റൽ മര നിർമ്മാണ സൊസൈറ്റിയുടെ സെക്രട്ടറി കൂടിയാണ്. ഈ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അത് GA പേറ്റൻറ്റ് കിട്ടിയ സൊസൈറ്റിയാണ്.
നിലവിൽ കണ്ണാടിയുടെ പ്രൊഡക്ഷനും പിന്നെ അതിൻ്റെ സെയിൽസുമാണ് നടത്തുന്നത്. വിശ്വസാരഥിയുടെ ആറന്മുള കണ്ണാടി ലോക പ്രശസ്തമാണ്. കാഡ്കോയുടെ സഹായത്തോടെ ഉദയം ചെയ്ത മറ്റൊരു സംരംഭമാണ് നെടുമങ്ങാട്ടെ എമറാൾഡ് ഡയമണ്ട്സ്. എൻ്റെ പേര് രാജീവ് എന്നാണ്. നെടുമങ്ങാട് പാളയം ജംഗ്ഷനിൽ എമറാൾഡ് ഡൈവേഴ്സ് എന്ന് പറഞ്ഞ സ്ഥാപനം 2010 മുതൽ നടത്തുന്നു. അതിനെ തുടർന്ന് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു വിപുലീകരണത്തിന് വേണ്ടിയിട്ട് കേരള ആർട്ടിസൺ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ 2013 പ്രോജക്റ്റ് തയ്യാറാക്കുകയും അതിന് പ്രകാരം 5 ലക്ഷം രൂപ നമുക്ക് അനുവദിച്ച് കിട്ടുകയും ചെയ്തു. നമുക്ക് ഈ പദ്ധതി നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. കാരണം നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ഒരുപാട് സ്വർണ്ണ തൊഴിലാളികളുണ്ട്. അപ്പോൾ അവരുടെ ആ തൊഴിൽ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന തൊഴിലുകൾ നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെ ഒരു സ്ഥാപനം പിന്നെ അവർക്കെല്ലാം ഒരു അനുഗ്രഹമാണ്. ചിരട്ടക്കരി കൊണ്ടുള്ള അതിലൊക്കെയാണ് നമ്മൾ ഈ സ്വർണ്ണം ഉരുക്കിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ അത് മാറിയപ്പോൾ ഗ്യാസിൽ വെച്ച് ഉരുക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ പദ്ധതി നമ്മൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് അനിൽകുമാർ എന്നാണ്. കാരക്കാമണ്ഡപത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ ആർട്ടിസാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ലോൺ എടുത്തിട്ടാണ് ആ രീതിയിലുള്ള വർക്കുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തു പോവുകയാണ്. തെറ്റില്ലാതെ ഒരു കുടുംബം കഴിഞ്ഞു പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും എന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ട്. ഈ വർക്ക് ചെയ്ത് തന്നെയാണ് ഞാൻ എൻ്റെ 2 മക്കളെയും കുടുംബവും ഒക്കെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ ഈ കുടിൽ പരിപാടി പോലെ കെട്ടിടങ്ങളുടെ വർക്ക് എടുത്തുകൊണ്ട് വന്ന് അത്യാവശ്യം ഷെഡിലിട്ട് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലോണ് നമുക്ക് കിട്ടിയതിന് ശേഷം കുറച്ചുകൂടെ എനിക്ക് മെറ്റീരിയൽ കളക്ട് ചെയ്യാനും മിഷണറീസിൻ്റെ സംവിധാനങ്ങൾക്കൊക്കെ ആയിട്ട് ചെയ്യാനും അതുപോലെ വർക്കൊന്ന് ഡെവലപ്പ് ചെയ്യാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. സുരേഷ് കുമാറാണ് എൻ്റെ പേര്. എൻ്റെ അച്ഛൻ്റെ തൊഴിൽ ഇതായിരുന്നു. ഞാൻ പണി തുടങ്ങിയിട്ട് എന്നെ ഒരു 10-20 കൊല്ലമായി. ആർട്ടിസൈൻസിൽ നിന്ന് ഒരു വായ്പ എടുത്തിട്ടുണ്ട്. അത് കാരണം കുറച്ച് മെച്ചപ്പെട്ട് പോകുന്നുണ്ട്. ചെറിയ റിപ്പയറുകൾ വരും. കൃഷിക്കാർക്കുള്ള ആവശ്യത്തിനുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ കടകളിൽ എന്തെങ്കിലും റെഡിമെയ്ഡ് ഐറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കും. അങ്ങനെയൊക്കെയാണ്. പിന്നെ അല്ലാതെ നമുക്ക് ഓർഡർ അനുസരിച്ച് ഓരോന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പുതിയ ഐറ്റങ്ങൾ വേണമെങ്കിൽ പുതിയ ഐറ്റങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോടാലി ആയാലും നമ്മാട്ടി ആയാലും കുന്താലി ആയാലും. പിന്നെ ഇതിൻ്റെ കൂടെ ലോക്കറിൻ്റെ പരിപാടികളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട്. നമ്മൾ നടന്നു പോകുന്നു ഓരോ കാര്യങ്ങൾ. എൻ്റെ പേര് അഭിലാഷ്. ഞാനൊരു സ്വർണ്ണപ്പണി ചെയ്യുന്ന ഒരാളാണ്. ലേബർ ഡേറ്റ ബാങ്കിൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് ഉൾക്കൊള്ളിച്ച് നമുക്കൊരു അവയർനെസ് ക്ലാസ് തരികയും അതിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളിത് കണക്ക് വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പല കാര്യങ്ങളിലും നമ്മൾ അവ്യക്തത ഉണ്ടായിരുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. പ്രാക്ടിക്കൽ നോളജ് നമുക്ക് നല്ല രീതിയിലുണ്ട്. പക്ഷേ തിയററ്റിക്കലായിട്ട് ചില കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വ്യക്തത വരേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ള അത്രയ്ക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പോലും ചില കാര്യങ്ങൾ നമുക്ക് വിട്ടുപോകും. അതൊക്കെ നല്ല വ്യക്തമായിട്ട് ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അതൊരു നല്ലൊരു ക്ലാസ്. അതിലുപരി ഇങ്ങനൊരു ഒരാളെ നമ്മൾ ഗവൺമെൻറ്റിൽ നിന്ന് ഇങ്ങനൊരു പുഷ് ചെയ്ത് കൊണ്ടുവരുന്നുള്ള കാര്യം തന്നെ ഒരു വളരെ വലിയൊരു കാര്യമാണ്. കാരണം ആരും ശ്രദ്ധിക്കപ്പെടാതിരുന്നൊരു മേഖലയായിരുന്നു കാഡ്കോ. അത് കണക്കൊരു ഇപ്പം ഗവൺമെൻറ് അതിനൊരു പദ്ധതി തീർപ്പാക്കി അതിനൊരു നല്ലൊരു സർട്ടിഫിക്കറ്റൊക്കെ തരുന്നു. മനസ്സറിഞ്ഞ് ഭയങ്കര നല്ല രീതിയിൽ സന്തോഷമുണ്ട്. കാഡ്കോയുടെ വായ്പാ പദ്ധതിയിലൂടെ സംരംഭങ്ങൾ ആരംഭിച്ച ഒട്ടേറെ ആർട്ടിസന്മാർ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ദേശീയ പിന്നാക്ക വിഭാഗ സാമ്പത്തിക വികസന കോർപ്പറേഷൻ്റെ ചാനലൈസിംഗ് ഏജൻസി കൂടിയാണ് കാഡ്കോ. കേരളത്തിലെ പരമ്പരാഗത ആർട്ടിസാൻസ് മേഖലയുടെ വഴിയും വഴികാട്ടിയുമായ കാഡ്കോ നേട്ടങ്ങളുടെ നിറവോടെ പ്രയാണം തുടരുകയാണ്.